ഹലോ ഗെയ്സ്, ചമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധി പിച്ച തണ്ടാനിരിക്കുന്ന അമ്പലത്തിലേക്ക് രേവതി തൊഴാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും പൈസയൊക്കെ കൊടുത്താണ് രേവതി വരുന്നത്. അത് കാണുമ്പോഴത്തേന് സുധിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. മുഖം മറച്ചിരിക്കുന്നുണ്ട്. ഇവളെങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കൂടെയുള്ള പിച്ചക്കാരൻ പിടിച്ചെവിടിയിരുത്തും. അന്നേരം സുധിയുടെ അടുത്ത് വരുമ്പോഴത്തേന് രേവതി ഇങ്ങനെ എല്ലാവർക്കും പൈസ കൊടുക്കുകയാണ്. അന്നേരം സുധി ഇങ്ങനെ ഒളിഞ്ഞ് പതുക്കെ നോക്കും രേവതി കാണുന്നുണ്ടോയെന്ന്. അപ്പം രേവതിക്ക് മുഖം കണ്ടു കഴിയുമ്പോൾ എന്തോ കണ്ടിട്ടുള്ളല്ലോ പോലെ തോന്നിയിട്ട് രേവതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. സുധി അന്നേരം മുഖം മറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേന് കൂടെയുള്ള പിച്ചക്കാരൻ പറയുന്നുണ്ട്, നിനക്ക് എന്നാടാ ഇത്ര നേരം മുഖത്തൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം എന്നാ പറ്റിയതാന്നൊക്കെ ചോദിക്കും. എന്നിട്ട് മുഖം മുടി വലിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ രേവതി ഇച്ചിരി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് സുധിയുടെ മുഖം കാണുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു വന്ന് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുന്നത് ചോദിക്കും. അന്നേരത്തേന് രേവതിയെ കണ്ടിട്ടില്ല എന്നുള്ള പരുവത്തിൽ നിൽക്കുകയാണ് സുധി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പിച്ച നടിക്കൊണ്ടിരിക്കും. അന്നേരത്തേന് രേവതി ചോദിക്കും, നിങ്ങളോട് തന്നെയാണ് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഉടനെ തന്നെ രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമ്പലത്തിലോട്ട് വരണമെന്നൊക്കെ പറയും. എന്തിനാണെന്ന് ചോദിക്കും. നീ വല്ല നേർന്നിട്ടാണോ വരേണ്ടതെന്നൊക്കെ ചോദിക്കുക. അതൊന്നുമല്ല, നിങ്ങളുടെ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് കാണിക്കാനാന്ന് പറയും. അവൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത് ചോദിക്കും. അവനിവിടെ ചുമ്മാതിരിക്കുകയല്ല, പിച്ച തെണ്ടുക, ആ പിച്ചക്കാരുടെ കൂട്ടത്തിലൊക്കെ കയറിയിരിക്കുന്നതൊക്കെ പറയും. അതെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. എന്നെ പറയും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറയും. എന്നെ ഉടനെ വന്നേക്കാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയുടെ വീടാണ്. അച്ഛനും അമ്മയും ഇരുന്ന് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ശ്രീകാന്ത് ഇവിടെ താമസിക്കുമെന്ന് നമ്മൾ വിചാരിച്ചത്, പക്ഷേ അവനിപ്പോൾ ഏതോ റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു ഗുഡ്സ് മുറിയിലാണ് കഴിയുന്നൊക്കെയാണ് വർഷ പറഞ്ഞെന്ന് പറയും. അവന് ആ ഡ്രൈവർ രവീന്ദ്രൻ്റെ മകനല്ലേ, അതിൻ്റേതായ അഹങ്കാരം കാണുമെന്ന് ഉടനെ മധുസൂദനൻ പറയും. അതൊന്നുമല്ല, നമ്മളെന്താ വിചാരിച്ചിരുന്നത്, വർഷയും ശ്രീകാന്തും നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ കാണുമെന്നല്ലേ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് സ്കൗണ്ടറിൽ റാസ്കൽ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. അന്നേരം ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി എന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, അവൻ എന്നെ പിടിച്ച് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകാൻ തോന്നിയെന്ന് പറയും. അന്നേരത്തേന് ഉടനെ ഇവർ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്താണോ അങ്ങനെ ചെയ്തെന്ന്. അവനല്ല, അവൻ എന്ത് നല്ലവനാ, അതുപോലാണോ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയില്ലായിരുന്നു ഒരുത്തൻ എന്ന് പറഞ്ഞ റോഷനാണെന്ന്, അവനാ എന്നെ വിളിച്ച് വണ്ടിയെ കയറ്റാൻ തുടങ്ങിയെന്ന് വയ്ക്കും. അന്നേരം അവൻ ഇവിടെ ഇല്ലായിരുന്നാണല്ലോ കേട്ടെന്ന് പറയും. ഇല്ലായിരുന്നു, എന്തായാലും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം എന്നെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ നോക്കി, പിന്നെ സച്ചിയേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. സച്ചിയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേനും മധുസൂദനൻ അങ്ങ് ഇളകും. എന്നാൽ പറയും, എന്നാൽ പിന്നെ ഇത് സച്ചിയും റോഷനും കൂടിയുള്ള ഒരു ഒത്തുകളിയായിരിക്കുമെന്ന്. അത് നിങ്ങൾക്കല്ലെങ്കിലും എല്ലാത്തിനും സംശയമാണ്. സച്ചിയേട്ടൻ എന്നെ ഈ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, റോഷനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ലെന്ന് പറയും. ആദ്യമായിട്ട് അവർ തമ്മിൽ കാണുക പോലും ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് മഹിമ പറയും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ ആ സച്ചിയായിട്ടുള്ള കണക്ഷനൊക്കെ അങ്ങ് വിട്ടേക്കണം. അവൻ നമ്മുടെ അച്ഛനെ തല്ലിയതല്ലേ എന്നൊക്കെ ചോദിക്കും. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ പറയാൻ പോയി, രേവതി ചേച്ചി മാല മോഷ്ടിച്ചെന്നൊക്കെ അച്ഛൻ പറഞ്ഞ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പറയും, അത് ഞാൻ കണ്ടതില്ലേ അവൾ മാല എടുക്കുന്നത്, ഉടനെ അത് മോഷ്ടിക്കുകയാണോ പറയേണ്ടത്, അച്ഛൻ എന്തൊക്കെയാണെന്ന് രേവതി ചേച്ചിയെ പറഞ്ഞത്, അതിനെയൊക്കെ സച്ചേട്ടൻ തല്ലിയെന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് കുറവെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷ. ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനെ വിട്ട് ഇവിടെ നിന്ന് നിൽക്കുന്നതുകൊണ്ടല്ലേ വല്ലവന്മാരുമൊക്കെ എൻ്റെ കയ്യെ കയറി പിടിക്കുകയും എന്നെ കൊണ്ടുപോകാനൊക്കെ തുടങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. നിൻ്റെ വീട്ടിലേക്കോ, അതെന്താ നിൻ്റെ വീട് ഇതല്ലേ എന്ന് ചോദിക്കും. ഉടനെ പറയും, എൻ്റെ വീട് ഇതല്ല, ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെ വീട്. രേവതി ചേച്ചിയൊക്കെയാണ് എന്നെ സ്വന്തം അനിയത്തിയെ പോലെ കരുതുന്നത്, അവരെന്ത് കെയറിങ്ങാണെന്നറിയാവോ, ആ വീട്ടിൽ തന്നെ കഴിയുന്നത് എനിക്ക് സന്തോഷവും സമാധാനവും, അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് തന്നെ പോകുമെന്ന് പറയും. നിൻ്റെ അച്ഛനെ തല്ലിയ അവൻ താമസിക്കുന്ന വീടല്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടെ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല, ഞാൻ അവിടെ പോയി താമസിക്കുക തന്നെ ചെയ്യും, ഇനി ഇവിടെ താമസിക്കുന്ന പ്രസ്ഥാനമില്ലെന്നൊക്കെയാണ് വർഷ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി അങ്ങ് പോവുകയാണ്. രേവതിയെ കണ്ടതിൻ്റെ ടെൻഷനിലാണ് സുധി ഇങ്ങനെ പിച്ചൊന്നും തണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ ചുമ്മാതിരുന്നത് എങ്ങനെയാണ്, കിടന്ന് കാറി വിളിച്ച് പറയാനൊക്കെ പറയും. അന്നേരം സുധിയുടെ സൗണ്ട് ഒന്നും ശരിയാകുന്നില്ല. നിങ്ങളെയൊക്കെ സമ്മതിക്കണം, നിങ്ങൾക്ക് ഇത്രയും സൗണ്ടിലൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് പറയും, ചുക്കുവെള്ളം ഒന്ന് കുടിച്ചാൽ മതി, ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നിട്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കും. അപ്പം രേവതി കാണിച്ചു കൊടുക്കുന്നുണ്ട് സുധി ഇരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ സുധിയുടെ അടുത്ത് ചെന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സുധി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. എടാ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സുധി ഒന്നും മിണ്ടുന്നേ ഇല്ല. അന്നേരം സുധി ഇന്ന് വീണ്ടും അമ്മ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞിരിപ്പിച്ച് തട്ടുകയാണ്. അന്നേരം സച്ചി
അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ ചോദിക്കുന്നതിന് മറുപടി എന്താ പറയാത്തത്, നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ടെന്നൊക്കെ പറയും. അന്നേരം രേവതി പറയും, ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വാ, അറിയാവുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ മോശമാകുമെന്നൊക്കെ പറയും. അപ്പോൾ സുധിയെ വിളിക്കുമ്പോഴത്തേനും സുധി ഞാൻ വരുന്നില്ല, ഞാൻ 6 മണി കഴിഞ്ഞ ശേഷം വരുന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, അതെന്താടാ 6 മണിക്ക് ബെല്ലടിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൂടെ ഇരിക്കുന്ന പിച്ചക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ ഇവൻ്റെ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇവൻ്റെ സഹോദരനാണെന്ന് പറയും. ഇവന് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേന് അയാൾ പറയും, ഒരു ദിവസത്തേക്കായിട്ട് എന്തോ പരിഹാര മാർഗത്തിനായിട്ട് അങ്ങാണ്ട് വന്നിരിക്കുകയെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പരിഹാരമാടാ, എന്നെ വല്ല സ്വാമിമാരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ വന്ന് ഇതൊക്കെ ചെയ്യാവോ, ഇറങ്ങി വാടാ, എണ്ണീരിടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി എത്ര നിർബന്ധിച്ചിട്ടും സുധി വരുന്നില്ല. സുധി പറയും, ഞാൻ വരുന്നില്ല, എൻ്റെ പരിഹാര മാർഗ്ഗമൊക്കെ ചെയ്ത് തീർത്തിട്ടേ ഞാൻ വരുന്നുള്ളതെന്നൊക്കെ പറയും. അപ്പോൾ കൂടെയുള്ള പിച്ചക്കാരൻ പറയുന്നുണ്ട്, എന്ത് സ്നേഹമാണ് അനിയന് ചേട്ടനോട്, എനിക്കിങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിച്ച തണ്ടാനൊന്നും വരത്തില്ലായിരുന്നൊക്കെ പറയും. അന്നേരം സുധി പറയും, ഇവനങ്ങനെ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എടാ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും നിന്നോട് സ്നേഹമില്ലാതിരിക്കുമോ, നീ എൻ്റെ സഹോദരനല്ലടാ, നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പോലും എനിക്ക് സങ്കടം വരുന്നു, എഴുന്നേറ്റ് വാടാ, അച്ഛൻ്റെ പേര് നീ നശിപ്പിക്കരുത്, അച്ഛന് മാനക്കേടുണ്ടാക്കും, നീ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അച്ഛനോ അമ്മയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആ പിച്ചക്കാരൻ പറയുന്നുണ്ട്, എടാ എഴുന്നേറ്റ് ചെല്ല്, ഇവൻ സ്നേഹത്തോടെയല്ലേ വിളിക്കുന്നത്, അപ്പോൾ നീ ചെല്ലാതിരിക്കരുതെന്നൊക്കെ പറയും. അപ്പം സുധി പറയും, പറ്റത്തില്ല, എനിക്ക് കാനഡയ്ക്ക് പോകാൻ കാശുണ്ടാകണം, അതിനുവേണ്ടി എൻ്റെ പരിഹാരം ഞാൻ ചെയ്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് വേളം വെക്കുകയാണ്. അപ്പോൾ സച്ചി വീണ്ടും നിർബന്ധിക്കുക, എഴുന്നേറ്റ് വാ, വന്നേ പറ്റത്തുള്ളൂ, നീ ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു പൊക്കുകയാണ്. സുധി പക്ഷേ വരാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും, എനിക്ക് പൈസ ഉണ്ടാക്കണമെന്ന്. എടാ പൈസ ഉണ്ടാക്കാനായിട്ട് പിച്ച തണ്ടുകയല്ല ചെയ്യേണ്ടത്, പരിശ്രമിക്കുക ചെയ്യേണ്ടത്, നീ വല്ല ജോലിയും ചെയ്ത് കാശുണ്ടാക്കിയിട്ട് നീ പോകാൻ നോക്കെന്നൊക്കെ പറയും. അതല്ല, എനിക്ക് പരിഹാരം ചെയ്യണം, സ്വാമിജി എന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് സുധി അവിടെ കട്ടായി നിൽക്കുകയാണ്. അന്നേരം ചോദിക്കും, നീ ഇതെവിടുന്ന് ഈ ഡ്രസ്സൊക്കെ മേടിച്ചെന്ന് പറയും. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലാണ് അന്നൊന്ന് മേടിച്ചതാ, ഒരു ദിവസത്തേക്കൊക്കെ വാടകയ്ക്ക് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേന് സച്ചി പറയും, കൊള്ളാം, നല്ല കൂട്ടുകാരനാണ്, അങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് സച്ചി സുധിയെ വലിച്ച് വണ്ടിക്കകത്തോട്ട് കയറ്റാനായിട്ട് കൊണ്ടുപോകണം. പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചന്ദ്രമതി കൊണ്ട് ചായ കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളായിരുന്നു, അപ്പോഴത്തേക്ക് നീ ചായ കൊണ്ടുവന്നല്ലോ എന്ന് പറയും. എന്നിട്ട് ചായ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രവീന്ദ്രൻ പറയും, എന്തായാലും ഒത്തില്ല, ഇച്ചിരി കയ്പുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രേവതി മോൾ ഉണ്ടാക്കുന്ന ചായയല്ലേ ഇഷ്ടപ്പെടുന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നീ കാപ്പിപ്പൊടി കൂടുതലിട്ടത് കൊണ്ടല്ലേ കഴിക്കുന്നത്, അതൊക്കെ പാകത്തിന് ഇട്ടാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, എന്നിട്ട് ഞാൻ കുടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. നീ മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ അങ്ങനെ അല്ലല്ലോ കുടിക്കുന്നത്, നീ എന്തിനാ രേവതിയെ കുറ്റം പറയുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ രേവതിയും കൂടെ വന്ന് കാറയിൽ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് ഇവർ കയറി മുറിയിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേന് സുധി ഇറങ്ങിയിട്ടില്ല. അപ്പം രേവതി പറയും, അയാൾ ഇറങ്ങിയില്ലെന്ന്. അപ്പം ചെന്ന് സച്ചി വിളിക്കുന്നുണ്ട്, എടാ ഇറങ്ങി വാ, നീ ഇതിനകത്ത് തന്നെ ഇരുന്നാൽ എങ്ങനെയാന്ന്. ഞാൻ ഇറങ്ങി വരുന്നില്ല, ഞാനിങ്ങനെ ആണ്, ഇവിടെ തന്നെ ഇരുന്നോളാം, എന്നെ ഇങ്ങനത്തെ വേഷത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രുതിയും അമ്മയും സഹിക്കത്തില്ല, അവർക്ക് സങ്കടം വരുമെന്നൊക്കെ പറയും. അന്നേരം ഇവരിങ്ങനെ സച്ചിയും രേവതിയും സുധിയെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.